ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ സൈക്കോളജിക്കൽ ടേംസിനെ കുറിച്ചും അതിൻ്റെ യൂസേജിനെസിനെ കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ് ബസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ എന്ത് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എത്ര വിയേർഡായിട്ടുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരും ചെയ്യാറുള്ളതെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തിങ്, വളരെ ചെറുപ്പത്തിലേ ഞാൻ ചെയ്യാറുള്ളതാണ്. അന്നൊക്കെ ആക്ച്വലി എനിക്ക് ദേഷ്യത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാതെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാർ ഈയിടെയായിട്ട് വല്ലാതെ പറയുന്നുണ്ട്. അതിൻ്റെ കഥ പിന്നെ പറയാം. ഓക്കെ, അപ്പം ഈ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ് ക്ലീനിങ്. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് അന്ന് അതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും നമുക്കറിയില്ലായിരുന്നു. അതായത് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കോളജി പഠിച്ചിട്ടുള്ള സിസ്റ്ററാണെന്ന് തോന്നുന്നു, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ദേഷ്യം വരുന്നുള്ളത് മാനേജ് ചെയ്യാൻ താൻ ക്ലീൻ ചെയ്ത് നോക്കണോ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ്. നല്ല ദേഷ്യം വരുമ്പോൾ, നല്ല ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്ട്രെസ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നേരെ പോയി ബാത്റൂം കഴുകും. ബാത്റൂം ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് അല്ലേ, ഫ്ലോറും വോളും ഒക്കെ നന്നായി ഉരയ്ക്കും. ആൻഡ് സ്ലോലി നമ്മളുടെ ആ ആങ്കർ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പ്രഷർ ഫുള്ള് നമ്മൾ എടുക്കുന്നത് ആ വോളിലായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഒരാളുടെ അടുത്ത് നമ്മൾ ബാസ്റ്റ് ഔട്ട് ചെയ്യാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പുറത്തേക്ക് പോവാം. ജസ്റ്റ് ബി ഫ്രീ. നമ്മൾ ഒന്നിനെയും കുറിച്ച് ബോധറല്ലാതെ നമ്മളെ സ്ട്രെസ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് എക്സിറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് റിയലി വർക്ക്സ്. നമ്മൾ ചുമ്മാ ഒന്ന് ഒരു ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ അതിപ്പം വാട്ട് ബി ദ ടൈം, എവിടേക്ക് എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടാവില്ല, ചുമ്മാ ഒന്ന് ഇറങ്ങുക എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ക്രൗഡിനകത്ത് ചെന്ന് നിൽക്കുക. ലൈക്ക് നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ദേഷ്യം വന്നിട്ടോ ഭയങ്കര വിഷമം വന്നിട്ടോ അങ്ങനെയൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നമ്മൾ ഡെസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയിലൊക്കെ ചുമ്മാ ആളുകൾക്കിടയിൽ ചെന്ന് ഒരു മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജംഗ്ഷനിലോ പോയി എവിടെയെങ്കിലും ഒന്ന് മാറി ഫോൺ ചെയ്യുന്ന പോലെയോ മറ്റോ നിന്ന് ആൾക്കാരെ ഒബ്സർവ് ചെയ്ത് ഒന്ന് മൈൻഡ് റിലാക്സ് ആകുമ്പോൾ തിരിച്ച് ബാക്ക് ടു എവിടേക്കാണെങ്കിൽ വരാറുണ്ട്, വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ സ്ട്രെസ്ഡായി അവിടേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ട്. ആൻഡ് ഇറ്റ് റിയലി വർക്ക്സ്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ പെറ്റ് ആനിമൽസ് ആയിരുന്നു. പെറ്റ് ആനിമൽസ് ആക്ച്വലി എനിക്ക് ഇപ്പോൾ അധികം ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല, കാരണം കുഞ്ഞു കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ അവർ അതിനോട് അത്ര ഇൻട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല. സേഫ്റ്റി കൺസേൺസ് ഉണ്ട് എനിക്ക്. സോ ഞാൻ എക്വേറിയം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സമയം. ആൻഡ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ അത്. ഈവൻ കിഡ്സിനും അത് വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ആ ഒരു എന്താ പറയുക, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഫീലാണ്. അതായത് ഒരു ജീവിയെ വളർത്തുക, അതിന് ഫുഡ് കൊടുക്കുക, അതിന് ക്ലീൻ ആയണോ അല്ലെങ്കിൽ അതിനെന്താ വേണ്ടത് നോക്കുക, അങ്ങനെ അവരതിനോട് കുറച്ച് എംപത്തറ്റിക്കലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു മെത്തേഡാണ് നമ്മളുടെ എഴുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ ത്രെഡ്സ് ഉണ്ട്, ത്രെഡിൽ ഒരുപാട് എഴുതി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ലാതെ നമ്മൾ പണ്ടേ തൊട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന മൊമെൻ്റ് ആണെങ്കിൽ എഴുതും. കുറേ നാളുകൾക്ക് ശേഷം അത് തിരിച്ച് വായിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ, ഞാൻ ആൾ കൊള്ളാലോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. സീരിയസ്ലി അത് വർക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിലും നമുക്കറിയാത്തൊരു ഭാഷയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് മാറുകയാണല്ലോ, ആ ലാംഗ്വേജിൽ എന്ത് വേർഡ് യൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് ചിലപ്പം സ്ട്രെസ്ഡ് ഔട്ട് ആവാറില്ല. പലപ്പോഴും ഞാൻ ആ എഴുത്ത് നിർത്തും, കാരണം ഇതൊരു കുന്തം നടക്കുന്നില്ല, സ്ട്രെസ് അവിടെ നിന്നോട്ടെ എന്നൊരു ചിന്തിക്കുന്നൊരു മൊമെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്കറിയില്ല തമാശകൾ പോകുമ്പോൾ അല്ലെങ്കിൽ ആളുകളത്ര കാര്യമായിട്ട് എടുക്കുന്നുണ്ടോയെന്ന്, പക്ഷെ ഇതൊക്കെ സീരിയസ്ലി എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് എൻ്റെ സ്ട്രെസ് ബസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഭയങ്കര വിയേർഡായിട്ടുള്ള വേറെ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷേ അതും എന്താ പറയുക, ചിലപ്പം എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാനതൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ എങ്ങനെയെങ്കിലും വെൻ്റ് ഔട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ ഐഡിയ. ബേസിക്കലി നമ്മൾ ആ സ്ട്രെസ്സ് വെൻ്റ് ഔട്ട് ചെയ്യാം. അത് വെച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക്
ഒട്ടും നന്നായിട്ട് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ അത് ഒട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. സോ മാക്സിമം വെൻ്റ് ഔട്ട് ചെയ്യുക. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളെ വിളിച്ചിട്ടാണെങ്കിലും ചുമ്മാ ആളുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിലും നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന ഒരവസ്ഥയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ദാറ്റ് റിയലി വർക്ക്സ്. അങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് വളരെ ഒരു വലിയ ബ്ലെസ്സിങ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിയേർഡായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ കോമൺലി ചെയ്യാറുള്ള സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഹാപ്പി റിഫ്ലക്റ്റിംഗ്.